നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും ലിസ്മിയിലേക്ക് സ്വാഗതം. അപ്പം ഇതുവരെയുള്ള എക്സാമിൽ ഒരുപാട് വീഡിയോസിലുള്ള കമൻറ്റൊക്കെ കേട്ടപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടെന്ന് അറിയാൻ കഴിഞ്ഞു. ഒരുപാട് നന്ദി ഏറ്റെടുത്തതിന്. അപ്പം ഇനി ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ലേണർ ഡൈവേഴ്സിറ്റി ഇൻ സ്കൂൾസ് എന്താണെന്നൊന്ന് പരിചയപ്പെടാം. വേണ്ട പോയിന്റ്സുകൾ മാത്രമായിരിക്കും പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ഹൗ ടു ഗെറ്റ് ഇക്വിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ടു ലേൺ ഇൻ എ മൾട്ടി കൾച്ചറൽ സൊസൈറ്റി. നമ്മളൊരു മൾട്ടി കൾച്ചർ ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിലാണ് ജീവിക്കുന്നത് അല്ലേ? പലതരം കൾച്ചറുകൾ ഒന്നിച്ച് ചേരുന്ന ഒരു സൊസൈറ്റിയിൽ. അങ്ങനെയുള്ള ഒരു സൊസൈറ്റിയിൽ എങ്ങനെ നമുക്ക് ഇക്വിറ്റി പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും എന്നാണ് ആദ്യത്തെ ഒരു ചോദ്യം. അങ്ങനെ ചോദ്യം ചോദിച്ചിട്ടാണ് ക്ലാസ് അല്ലെങ്കിൽ നമ്മുടെ ചാപ്റ്റർ തുടങ്ങുന്നത്. അപ്പം അതിന് പ്രധാനപ്പെട്ടിട്ടുള്ള 3 രീതിയാണുള്ളത്, 3 വഴികളാണുള്ളത്. ഒന്ന് ത്രൂ ഹെറ്ററോജീനസ് ഗ്രൂപ്പിംഗ്. ഹെറ്ററോജീനസ് ഗ്രൂപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്സഡ് കൾച്ചറിൽ പല രീതിയിൽ വരുന്ന കുട്ടികളുണ്ടാവില്ലേ? ഇപ്പോൾ കാസ്റ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ളവർ, റിലീജിയൻ ഡിഫറെൻ്റ് ആയിട്ടുള്ളവർ, ജെൻഡർ ഡിഫറെൻ്റ് ആയിട്ടുള്ളവർ, ഡിസബിലിറ്റി ഉള്ളവർ, എബിലിറ്റി ഉള്ളവർ, എക്സ്ട്രാ ലേണേഴ്സ്, അതുപോലെ ബാക്ക്വേർഡ് സ്റ്റുഡൻസ്, ഇങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇവരെ എല്ലാവരെയും ഒരുമിച്ച് ചേർത്തുകൊണ്ട് എന്ത് ചെയ്യുക, ഗ്രൂപ്പുകൾ ഉണ്ടാക്കുക. നമ്മളിങ്ങനെ ഇൻട്രാക്റ്റീവ് സെഷൻസിലൊക്കെ അവർക്ക് ഗ്രൂപ്പുകൾ കൊടുക്കുമ്പോൾ എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്യാനുള്ള ഒരു അവസരം കുട്ടികൾക്ക് ഉണ്ടാക്കുക. ആൻഡ് ഹൈലി ഇൻട്രാക്റ്റീവ് ഇൻസ്ട്രക്ഷൻ ദാറ്റ് അപ്പീൽസ് ടു എ വൈഡ് വെറൈറ്റി ഓഫ് ലേണിംഗ് സ്റ്റൈൽസ്. അതേപോലെ തന്നെ ഹൈ ആയിട്ടുള്ള ഒരു ഇൻട്രാക്റ്റീവ് സെഷൻസ് എന്ത് ചെയ്യുക, ക്ലാസ് റൂമുകളിൽ പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ കുട്ടികൾക്ക് അവർ പറയുന്നത് കേൾക്കാൻ ടീച്ചേഴ്സും, ടീച്ചേഴ്സ് പറയുന്നത് കേൾക്കാൻ അവരും, അവരെ പിയേഴ്സ് പറയുന്നത് മനസ്സിലാക്കാനും ഒക്കെയുള്ളൊരു സാഹചര്യം ഒരുക്കി കൊടുക്കുക. നല്ലൊരു എഫക്റ്റീവായിട്ടുള്ള ഡിസ്കഷൻസ് കൊടുക്കുക. ആൻഡ് ഇൻക്ലൂസീവ് കരിക്കുലം, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഇൻക്ലൂസീവ് കരിക്കുലം എപ്പോഴും എന്ത് ചെയ്യുക, മുന്നോട്ട് വയ്ക്കുക, പ്രപ്പോസ് ചെയ്യുക. അപ്പം ദീസ് ആർ ദ മെയിൻ 3 ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഒരു ക്ലാസ് റൂമിൽ വേണ്ട ഒരു സ്ട്രാറ്റജിയാണ് ഇങ്ങനെ. ഓക്കെ. ആൻഡ് ഇനി അടുത്ത് പറയുന്നത് എന്താ, മൾട്ടി കൾച്ചറൽ എഡ്യൂക്കേഷൻ ഈസ് എൻ എസെൻഷ്യൽ ടു ടീച്ചിങ് ആസ് നർച്ചറിങ് ഈസ് ടു ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്. എന്നുവെച്ചാൽ മൾട്ടി കൾച്ചറൽ സൊസൈറ്റിയിലേക്കാണ് നാളെ നമ്മൾ ഇറങ്ങാൻ പോകുന്നത്, ഓരോ കുട്ടിയും ക്ലാസ് കഴിഞ്ഞിട്ട് അല്ലേ? അപ്പം അവർക്ക് ആ ഒരു സൊസൈറ്റിയിൽ ചെല്ലുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവരുത് എങ്കിൽ ക്ലാസ് റൂമിൽ തന്നെ ഈ ഒരു ആളുകളുമായിട്ടുള്ളൊരു മിംഗ്ലിംഗ് വേണം. ഇപ്പോൾ ബോയ്സ് സ്കൂളിൽ മാത്രം പഠിച്ച കുട്ടിക്ക് ഒരിക്കലും ഗേൾസിനോട് എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് അറിയുണ്ടാവില്ല, ഗേൾസിന് തിരിച്ചും അറിയുണ്ടാവില്ല. അതുപോലെ ഡിസബിലിറ്റി ഉള്ള കുഞ്ഞുങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് അറിയുന്നുണ്ടാവില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള കുഞ്ഞുങ്ങളെ എല്ലാവരെയും ചേർത്തുകൊണ്ടൊരു ക്ലാസ് റൂം ക്രിയേറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് നമ്മുടെ സോഷ്യൽ ഡെവലപ്മെൻറ്റിനും ഹ്യൂമൻ ഡെവലപ്മെൻറ്റിനും കാരണമാവും. ബി അഫക്റ്റഡ് ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ സ്റ്റുഡൻസ് മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ആൻഡ് അപ്രീഷിയേറ്റ് ഹ്യൂമൻ ഡൈവേഴ്സിറ്റി. അതുപോലെ തന്നെ ടീച്ചേഴ്സും സ്റ്റുഡൻസും ഹ്യൂമൻ ഡൈവേഴ്സിറ്റിയെ അക്സെപ്റ്റ് ചെയ്യാനും അതിനെ എൻജോയ് ചെയ്യാനും പഠിച്ചിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ വ്യത്യസ്തനാണെങ്കിൽ ആ വ്യത്യസ്തതയെ ഇഷ്ടപ്പെടാനും അതിനനുസരിച്ച് പെരുമാറാനുള്ള കഴിവ് ഈ സ്കൂൾ തലം മുതൽ തന്നെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കണം. ആൻഡ് എംഫസൈസ് ഷുഡ് ബി പ്ലേസ്ഡ് ഇൻ എ ബ്രോഡ് എഡ്യൂക്കേഷൻ ഇൻ ദ ലിബറൽ ആർട്സ് ആസ് എൻ ഇനീഷ്യൽ കോഴ്സ്. നമുക്ക് എന്ത് ചെയ്യാം, കൂടുതലായിട്ടും ലിബറൽ ആർട്സ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റും കാര്യങ്ങളൊക്കെ ഇതിലേക്ക് ഉൾക്കൊള്ളിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇനീഷ്യലി നമുക്ക് ക്ലാസ് റൂമിൽ ഡൈവേഴ്സിറ്റിയെ കൊണ്ടുവരാൻ പറ്റും. ഇപ്പം നമുക്കറിയാം, ഇപ്പം ഈ സ്കൂളിൽ എഡ്യൂക്കേഷൻ കിട്ടിയ ആളുകളാണ് സൊസൈറ്റിയായിട്ട് കൂടുതലായിട്ടും മിങ്കിൾ ചെയ്യാൻ ഒരു പ്രശ്നമില്ലാത്തത്. അപ്പോൾ ഈ പണ്ടത്തെ ആളുകൾക്കൊക്കെ എന്തായിരിക്കും, ഇപ്പോഴും അവർ കാസ്റ്റിസം, ഇന്ന ജാതിക്കാരെ തൊടില്ല, അങ്ങനെ നിൽക്കില്ല, അവിടുന്ന് വെള്ളം കുടിക്കില്ല, ഇങ്ങനെയൊക്കെ കണ്ടിട്ടില്ലേ നിങ്ങൾ? പഴയ ആളുകളുടെ ഒരു ബിലീഫും കാര്യങ്ങളൊന്നും ഒരിക്കലും മാറാത്ത കുറേ ആളുകളുണ്ട്. എന്തുകൊണ്ടായിരിക്കും അത്? എന്തുകൊണ്ടാണ് അതേ വീടുകളിൽ തന്നെ ജീവിക്കുന്ന എഡ്യൂക്കേഷൻ കിട്ടിയിട്ടുള്ള ആളുകൾ മാറി ചിന്തിക്കുന്നത്? അപ്പോൾ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എൻലൈറ്റ്മെൻ്റ് ആണ് തീർച്ചയായിട്ടും അല്ലേ? അതുകൊണ്ടാണ് ഇതിലൊന്നും വലിയ കാര്യമില്ല, ഈ കൾച്ചറൽ ഡിഫറൻസസിനോ അല്ലെങ്കിൽ റിലീജിയൻ ഡിഫറൻസിനോ കാസ്റ്റിലോ അങ്ങനെയൊന്നും ഒരു കാര്യമില്ല, എക്കണോമിക്കലി ഒന്നും കുഴപ്പമില്ല. എഡ്യൂക്കേഷനാണ് എല്ലാത്തിനും മുന്നിൽ എന്ന് മനസ്സിലാക്കുന്ന ഒരു തലമുറ വളർന്നു വരുന്നത് കൊണ്ടാണ് ഈ ഒരു സോഷ്യൽ ചേഞ്ച് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ മൾട്ടി കൾച്ചറൽ എഡ്യൂക്കേഷൻ ഈസ് എൻ എസെൻഷ്യൽ ടു ടീച്ചിങ് ആസ് നർച്ചറിങ് ഈസ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്. അതേപോലെ മൾട്ടി കൾച്ചറൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു ഹ്യൂമൻ ഡെവലപ്മെൻറ്റിന് നർച്ചർ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ഘടകമാണ്. അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്, എങ്ങനെ നമുക്ക് ഇങ്ങനൊരു സ്ട്രാറ്റജി കൊണ്ടുവരാം. ഇനി അടുത്തത് ടൈപ്സ് ഓഫ് ഡൈവേഴ്സിറ്റി. അപ്പോൾ ഇതാണ് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. പലതരത്തിലുള്ള ഡൈവേഴ്സിറ്റികളുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നാമത്തത് പെർസീവ്ഡ് ഡൈവേഴ്സിറ്റി. പെർസീവ്ഡ് ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചേഴ്സിന്, നമ്മുടെ ക്ലാസ് റൂമിൽ ടീച്ചേഴ്സിന് ഉണ്ടായിരിക്കും ഒരു പെർസ്പെക്റ്റീവ് അല്ലേ? ഒരു ടീച്ചർ ചിലപ്പോൾ ഇന്ന റിലീജിയനിൽപ്പെട്ട ആളായിരിക്കാം, അല്ലെങ്കിൽ ഇന്ന രീതിയിൽ വളർന്ന ആളായിരിക്കാം, ഇന്ന കൾച്ചറിൽ വരുന്ന ആളായിരിക്കാം, ഇന്ന ലാംഗ്വേജ് സംസാരിക്കുന്ന ആളായിരിക്കാം. അപ്പോൾ ഇതെല്ലാം കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, വീക്ഷിക്കുന്നുണ്ട്.
ചെയ്യുന്നുണ്ട്. അപ്പം അവരുടെ ഒരു പെർസീവ്ഡ് അതായത് അവരുടെ ഒരു പെർസെപ്ഷൻ എന്ന് പറയുന്നത് ആ ക്ലാസ് റൂമിനെ നന്നായിട്ട് അഫക്റ്റ് ചെയ്യും. അപ്പോൾ ആ ടീച്ചർ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ ഒരു ഈക്വാലിറ്റി പ്രൊവൈഡ് ചെയ്തുകൊണ്ട് വേണം ക്ലാസ്സിൽ എന്ത് ചെയ്യാൻ, ബിഹേവ് ചെയ്യാൻ. അപ്പം നമുക്ക് വായിക്കാൻ പ്രധാനപ്പെട്ട പോയിന്റ്സ് നിങ്ങൾക്ക് എക്സാമിന് എഴുതാൻ. ഓക്കെ, ടീച്ചേഴ്സ് പെർസ്പെക്റ്റീവ് ഓൺ ഡൈവേഴ്സിറ്റി ഷുഡ് ഡിസ്കസ് ഇൻ ദ ക്ലാസ്. അപ്പോൾ ടീച്ചേഴ്സിൻ്റെ എന്താണോ തൻ്റെ കാഴ്ചപ്പാട് എന്നുള്ളത് ക്ലാസ് റൂമിൽ ഡിസ്കസ് ചെയ്യണം. ഡൈവേഴ്സിറ്റി എന്നുള്ള കാര്യത്തിൽ തൻ്റെ അഭിപ്രായം എന്താണ്, അങ്ങനെ ഒരു ഓപ്പൺ ഡിബേറ്റ്, ഒരു ഡിസ്കഷൻ ഉണ്ടായിരിക്കണം. ആൻഡ് ടീച്ചേഴ്സ് പേഴ്സണൽ വിൽ ഇൻഫ്ലുവൻസ് പോസിറ്റീവ്ലി ഓർ നെഗറ്റീവ്ലി ദ ചിൽഡ്രൻ. ചില ടീച്ചേഴ്സ് കണ്ടിട്ടുണ്ട്, ഇപ്പം ജെൻഡർ ആയിട്ട് അവരെന്ത് ചെയ്യും, ബോയ്സിന് കൂടുതൽ ഡൊമിനൻസ് കൊടുക്കും, അല്ലെങ്കിൽ ഗേൾസിന് ഇന്ന കാര്യങ്ങൾ മാത്രം കൊടുക്കും. അങ്ങനെയൊക്കെ വരുമ്പോൾ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും, അത് മോഡലാക്കാനും അത് പോസിറ്റീവിലും ബാധിക്കും, അതേപോലെ തന്നെ നെഗറ്റീവിലും ബാധിക്കും. അപ്പം നല്ലൊരു റോൾ മോഡലായിരിക്കുക ഇത്തരം കാര്യങ്ങളിൽ. ഈ ഡൈവേഴ്സിറ്റി അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു കഴിവ് ടീച്ചേഴ്സിനാണ് ആദ്യം വേണ്ടത്. ആൻഡ് ടീച്ചേഴ്സ് പെർസീവ്ഡ് ഡൈവേഴ്സിറ്റി വിൽ അഫക്ട് ദ ക്ലാസ്. എൻ്റെ ക്ലാസ്സിൽ ആദ്യമായിട്ട് അവരെന്താ, ഞങ്ങളുടെ ടീച്ചർ അങ്ങനെയാണല്ലോ, പിന്നെന്താ ഞങ്ങൾക്കായാൽ എന്നാണ് അവർ വിചാരിക്കുക. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം ഓരോ ടീച്ചേഴ്സും എന്ത് ചെയ്യാൻ, ബിഹേവ് ചെയ്യാൻ. ദാറ്റ് ഈസ് കോൾഡ് പെർസീവ്ഡ് ഡൈവേഴ്സിറ്റി. ഇനി അടുത്ത ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് ഇൻവിസിബിൾ ഡൈവേഴ്സിറ്റി. അതായത് പറയാതെ പറഞ്ഞുകൊണ്ട് ചില ഡൈവേഴ്സിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ക്ലാസ് റൂമിൽ നടക്കുന്നുണ്ട്. നമ്മളൊരു പക്ഷേ പറയുന്നുണ്ടാവില്ല, പക്ഷെ ഇതൊരു ഹിഡൻ ആയിട്ട് നമ്മുടെ ആക്ടിവിറ്റീസിലൂടെ കുഞ്ഞുങ്ങളിൽ ചെന്ന് എത്തുന്നുണ്ട് ടീച്ചേഴ്സ് എന്ന നിലയിൽ. അപ്പം ഒന്നാമതെന്ന് പറഞ്ഞാൽ എ ടീച്ചർ ക്യാൻ ബ്രിങ് ഇൻവിസിബിൾ ഡൈവേഴ്സിറ്റി ഇൻ ദ ക്ലാസ് റൂം. ക്ലാസ് റൂമിലെ ഡിസ്കഷനിൽ ഇപ്പോൾ ചിലപ്പോൾ ടീച്ചേഴ്സ് ഇൻറ്റൻഷനിൽ ചെയ്യുന്നതായിരിക്കില്ല, പക്ഷെ അത് ആ ഒരു ആക്ടിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ടോക്കിംഗ് അബൌട്ട് റിലീജിയനിസം, ലേണിംഗ് സ്റ്റൈൽസ് ആൻഡ് റേസിസം ആൻഡ് ക്ലാസ്, ഫാമിലി, ഹിസ്റ്ററി ആൻഡ് റിലീജിയൻ എല്ലാം എന്ന് പറയുന്നത് നമ്മളുടെ ഒരു പെർസെപ്ഷൻ ഉണ്ടാവും, നമ്മളുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്, അത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും ക്ലാസ്സിൽ പറയും. ചിലപ്പോൾ നമ്മൾ പറയുന്നത് ഉദ്ദേശിക്കുന്ന പോലെ ആയിരിക്കില്ല കുഞ്ഞുങ്ങളുടെ അടുത്ത് എത്തുന്നത്. അതിൻ്റെ എല്ലാം പ്രശ്നങ്ങൾ കൊണ്ട് ഒക്കെ തന്നെ എന്ത് സംഭവിക്കാറുണ്ട്, ഇതൊരു വിഷയമായിട്ട് വരാറുണ്ട്. കുഞ്ഞുങ്ങൾക്കൊരു ബാഡായിട്ടുള്ള ഒരു ഫീലിംഗ് കിട്ടാറുണ്ട്. അപ്പോൾ നെഗറ്റീവ്ലി അവരതിനെ അത് അക്സെപ്റ്റ് ചെയ്യും. അത് നമ്മൾ എന്ത് ചെയ്യണം, തീർച്ചയായിട്ടും ഒഴിവാക്കണം. നമ്മൾ ഇപ്പം ഒരാളെ പേരെടുത്ത് വിളിക്കുമ്പോൾ പോലും നല്ല ആൺകുട്ടിയാണല്ലോ, നല്ല പെൺകുട്ടിയാണല്ലോ എന്ന് പറയുന്നതിനേക്കാളും പെൺകുട്ടികളൊക്കെ ഇങ്ങനെ തന്നെയാണ് എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ ആൺകുട്ടികൾക്ക് അറിയാൻ പാടില്ല, ഇങ്ങനെയൊക്കെ നമ്മൾ പറയുമ്പോൾ അത് ഒബ്വിയസ്ലി അത് കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് അതിങ്ങനെ പ്രിൻ്റ് ചെയ്തപ്പെട്ട പോലെ ഇങ്ങനെ വരും. ടീച്ചേഴ്സ് പറയുന്നത് അവർക്ക് വലിയ കാര്യമായിട്ട് എടുക്കുന്ന ജനറേഷൻ തന്നെയാണ് ഇപ്പോഴും കുഞ്ഞു പ്രായങ്ങളിൽ ഉണ്ടാവുക. അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് കെയർ ചെയ്തേ പറ്റുള്ളൂ. ഹിഡൻ അസംഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒളിച്ചിരിക്കുന്നുണ്ട് നമ്മളുടെ ഈ ഒരു സംസാരത്തിലും നമ്മളുടെ വേ ഓഫ് ബിഹേവിയറിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഹിഡൻ ആയിട്ടുള്ള ഡൈവേഴ്സിറ്റി റിലേറ്റഡ് കാര്യങ്ങൾ വരുന്നുണ്ട്. അതുപോലെ ഇൻക്ലൂഷൻ ഓഫ് പെർട്ടിക്കുലർ മെറ്റീരിയൽസ് ആൻഡ് അവോയ്ഡിങ് ഓഫ് അതർ മെറ്റീരിയൽസ്. ചില വസ്തുക്കൾ നമ്മളത് നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യും, അല്ലേ, ചില കാര്യങ്ങൾ നമ്മൾ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യും. നമ്മളുടെ ഒരു പൊളിറ്റിക്സ്, നമ്മളുടെ ഒരു സെൽഫ് പൊളിറ്റിക്സ് എന്ത് ചെയ്യാറുണ്ട്, ക്ലാസ്സിൽ ഇങ്ങനെ വരാറുണ്ട്, അല്ലേ. അപ്പോൾ ചില സാധനങ്ങൾ നമ്മൾ അങ്ങനെ അത് മാത്രം അത് പഠിക്കുമോ അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിനെ ഫോളോ ചെയ്യുമെന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് സ്വാഭാവികമായിട്ട് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റാണ് ഉണ്ടാവാൻ പോകുന്നത്. ചില സാധനങ്ങൾ അത് ഉപയോഗിക്കേണ്ട എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ചിലത് ഉപയോഗിക്കൂ എന്ന് പറയുമ്പോൾ ഒക്കെ ഒരു ജെൻഡർ ഇഷ്യൂസ് അല്ലെങ്കിൽ ചില തരം നമ്മൾ ഹിഡൻ ആയിട്ട് പറയുന്ന ചില ഈ ഒരു നമ്മളുടെ പെർസ്പെക്റ്റീവ് അറിയാതെ കുഞ്ഞുങ്ങളിൽ എന്ത് ചെയ്യാറുണ്ട്, ഇങ്ങനെ പങ്കുവെക്കാറുണ്ട്. അപ്പം അത് നമ്മൾ എന്ത് ചെയ്യണം, മാക്സിമം കുറയ്ക്കണം. ആൻഡ് പൊളിറ്റിക്കൽ ഐഡിയോളജി, അത് ഞാൻ പറയുന്നത് സെൽഫായിട്ടുള്ള നമ്മളുടെ ഒരു പൊളിറ്റിക്സ് ഉണ്ടായിരിക്കും. നമ്മൾ വളർന്നു വന്ന, നമ്മൾ അനുഭവിച്ചറിഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങളിലൂടെ നമ്മളുടെ ഒരു ലൈഫിൽ ഒരു പൊളിറ്റിക്സ് ഉണ്ടാവും. അത് കുഞ്ഞുങ്ങളിൽ അത് തെറ്റാണോ ശരിയാണോ എന്ന് നമുക്ക് തന്നെ ധാരണ ഉണ്ടാവണം നമ്മുടെ ക്ലാസ്സിൽ ചെല്ലുമ്പോൾ. അഥവാ നമ്മുടെ പൊളിറ്റിക്സ് ഒക്കെ ക്ലാസ്സിന് വെളിയിൽ വെച്ചിട്ട് കുഞ്ഞുങ്ങളുടെ ഇടയിൽ നിൽക്കുമ്പോൾ ആ ഒരു രീതിയിൽ തന്നെ ബിഹേവ് ചെയ്യാൻ പഠിക്കണം എന്നുള്ളതാണ് എല്ലാ ടീച്ചേഴ്സും ശ്രദ്ധിക്കേണ്ടത്. ദെൻ ഡൈവേഴ്സിറ്റി വർക്ക്സ് ആസ് എ കാറ്റലിസ്റ്റ് ഇൻ ദ ക്ലാസ് റൂം ഫോർ ഇൻ്റലക്ച്വൽ ആൻഡ് ഇമോഷണൽ ഗ്രോത്ത്. ഈ ഒരു ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് ശരിക്കും പറയുന്ന ഒരു കാറ്റലിസ്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഒരു ക്ലാസ് റൂമിൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റലക്ച്വലിയും ഇമോഷണലിയും ഓരോ കുഞ്ഞുങ്ങളും ഈ ഡൈവേഴ്സിറ്റിയിലൂടെ കടന്നു പോകുമ്പോഴാണ് മനസ്സിലാക്കുന്നത് ഒരു ഡിസേബിൾഡ് പേഴ്സണോട് ഞാൻ എങ്ങനെ സിമ്പത്തറ്റിക് ആയിട്ട് പെരുമാറണം, എന്നാൽ സിമ്പത്തറ്റിയേക്കാളും കൂടുതൽ എമ്പതിയാണ് വേണ്ടത്, അല്ലെങ്കിൽ സപ്പോർട്ട് കൊടുക്കാനാണ് ശ്രമിക്കേണ്ടത് എന്നെല്ലാം കുഞ്ഞുങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ ഒരു കാര്യം ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. സോ ദിസ് ഈസ് ഇൻവിസിബിൾ ഡൈവേഴ്സിറ്റി. ഇനി അടുത്തത് ജെൻഡർ. അപ്പോൾ ജെൻഡർ എന്ന് പറയുന്ന ഒരു ടോപ്പിക് നമ്മൾ കുറേ ജെൻഡർ എന്ന് പറയുന്ന പേപ്പറിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ജെൻഡർ ബിക്കംസ് എ ഫാക്ടർ ഇൻ ക്ലാസ് റൂം ഇൻസ്ട്രക്ഷൻസ് വെൻ ദ ടീച്ചർ ക്രിയേറ്റ്സ്
ലേണിംഗ് എൻവയോൺമെൻറ്റ് ദാറ്റ് ഫേവേഴ്സ് ദ സക്സസ് ഓഫ് ഏത് ബോയ്സ് ഓർ ഗേൾസ്. ഇപ്പോൾ ചിലപ്പോൾ ആൺകുട്ടികളല്ലേ അവർ വിജയിച്ചത്, അവർ കണ്ടില്ലേ കണ്ട് പഠിക്കുന്നൊക്കെ നമ്മൾ ഗേൾസിനോട് പറയുമ്പോൾ, അല്ലെങ്കിൽ ആൺകുട്ടികളല്ലേ അവരെന്തായാലും ജയിക്കും ആ ഒരു രീതിയിൽ പറയുമ്പോൾ, അല്ലെങ്കിൽ ആൺകുട്ടികൾ തോറ്റുന്നുണ്ടെങ്കിൽ അയ്യേ ആൺകുട്ടികൾ തോക്കേ, അങ്ങനെ തോറ്റിട്ട് കരയാൻ പാടുണ്ടോ എന്നൊക്കെ നമ്മളിങ്ങനെ വെറുതെ പറയുന്നതായിരിക്കും, കാഷ്വലായിട്ട് പറയുന്നതായിരിക്കും. പക്ഷേ ഇതെല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സ്റ്റീരിയോടൈപ്പിക് ആയിട്ടുള്ള കാര്യങ്ങൾ ക്ലാസ്സിൽ വരുന്നതിന് കാരണമാവാറുണ്ട്. അതുപോലെ മോസ്റ്റ് ഓഫ് ദി ടൈം ദ ടീച്ചേഴ്സ് ഫേവറേറ്റിസം ഈസ് സബ്ജക്റ്റ് ഇൻ ഈസ് അൺഇൻറ്റൻഷണൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും നമ്മളത് ഇൻറ്റൻഷനോട് കൂടി പറയുന്നതായിരിക്കില്ല. ഇപ്പോൾ ഗേൾസ് നന്നായിട്ട് പഠിക്കും, അല്ലെങ്കിൽ അവരിരുന്ന് വായിക്കും, അപ്പോൾ അവരോടൊരു ഫേവറേറ്റ് ആയിട്ട് കാണിക്കുക, ആൺകുട്ടികളെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല, അവർ പഠിക്കത്തില്ല എന്നൊക്കെ പറയുക, അല്ലെങ്കിൽ ഇപ്പോൾ ഗേൾസിന് മാത്സ് ഒന്നും പഠിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ പറഞ്ഞു പോകുന്നതായിരിക്കും. അല്ലെങ്കിൽ എന്തിനാ വരുന്നത്, എന്താ പഠിച്ചിട്ട് എന്തുവാ കാര്യം, വല്ല പണിയെടുത്തൂടെ വീട്ടിൽ, അല്ലെങ്കിൽ എന്താ കല്യാണം കഴിച്ച് പോകാനുള്ളതല്ലേ, അങ്ങനെയൊക്കെ പരാമർശങ്ങൾ പല ടീച്ചേഴ്സിൻ്റെ മൈൻഡിൽ നിന്ന് വരാറുണ്ട്. അവർ വളർന്ന രീതിക്ക് അനുസരിച്ച് അവർക്ക് അതൊരു കാര്യം പുറത്തേക്ക് വരുന്നതാണ്. പക്ഷെ അതൊക്കെ ക്ലാസ് റൂമിൽ വരുമ്പോൾ ഒരു പ്രോബ്ലം ആയിട്ട് വരും ഈ ഒരു കാര്യത്തിൽ എന്നാണ് പറയുന്നത്. ഒരു ഇൻക്ലൂസീവ് സ്കൂളിൽ അത്തരം കാര്യങ്ങളൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, പറയാൻ പാടില്ല. ആൻഡ് ഡോണ്ട് ബി പാർഷ്യൽ, പ്രെജുഡീസ് ആൻഡ് ജഡ്ജ്മെൻറ്റൽ. ഈ ഒരു കാര്യം നന്നായിട്ട് ടീച്ചേഴ്സ് ശ്രദ്ധിക്കണം. ഒരിക്കലും ഒരാളെ മുൻവിധിയോട് കൂടിയിട്ട് പറയാൻ പാടില്ല, അതേപോലെ ജഡ്ജ്മെൻറ്റൽ ആവാൻ പാടില്ല, അതുപോലെ പാർഷ്യാലിറ്റിയും കാണിക്കാൻ പാടില്ല ഒരു കാര്യത്തിലും. അപ്പം ഈ ഒരു കാര്യം നന്നായിട്ട് ടീച്ചേഴ്സ് ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി അടുത്തത് കൾച്ചർ ആൻഡ് ലാംഗ്വേജ്. രണ്ട് കാര്യങ്ങളും പറയുന്നുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ, കൾച്ചറും ലാംഗ്വേജും. ഡൈവേഴ്സിറ്റി ആണല്ലോ നമ്മുടെ ടോപ്പിക്. അപ്പോൾ കൾച്ചറൽ ഡൈവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ കൾച്ചർ ഇസ് എ ബ്രോഡ് ആൻഡ് കോംപ്രിഹെൻസീവ് കോൺസെപ്റ്റ്. ഒരു വലിയൊരു കാര്യം തന്നെയാണ് കൾച്ചർ എന്ന് പറയുന്നത്. നമുക്ക് എത്രത്തോളം വിശദീകരിക്കാൻ പറ്റുമെന്നറിയില്ല. ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൾ ദ വേസ് ഓഫ് ബീയിങ്. നമ്മൾ എങ്ങനെ ആയിരിക്കുന്നുവോ അത് തന്നെയാണ് യഥാർത്ഥത്തിൽ കൾച്ചർ. നല്ല കൾച്ചറിൽ വളർന്നുകൊണ്ടറ, ഇതാണ് നിൻ്റെ കൾച്ചർ എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, കുട്ടികളോട് ചോദിക്കാറുണ്ട് അല്ലേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ വേ ഓഫ് ബിഹേവിയർ, അയാളുടെ ഹാബിറ്റ്സ്, ഇതൊക്കെ തന്നെയാണ് കൾച്ചർ. നമ്മൾ ഗുഡ് ഹാബിറ്റ് എപ്പോഴും കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നതിനാണ്, അത് അവരുടെ ശീലമായി വന്ന് അത് അവരുടെ കൾച്ചറായി മാറാൻ വേണ്ടിയിട്ടാണ്. കൾച്ചർ ഈസ് ലൈഫ്, ഹാബിറ്റ്സ്, റിമൈനിങ്സ് എക്സെട്ര. നമ്മളിൽ എന്തെങ്കിലും അവശേഷിപ്പ് എന്തൊക്കെയുണ്ടോ അത് തന്നെയാണ് യഥാർത്ഥത്തിൽ കൾച്ചർ. കൾച്ചർ ഈസ് ലേൺ ത്രൂ പാർട്ടിസിപ്പേഷൻസ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൾച്ചർ എന്ന് പറയുന്നത് നമ്മൾ വീട്ടിൽ നിന്ന് കുറേ നമ്മളുടെ കാര്യങ്ങൾ, ഫാമിലിക്ക് ഒരു കൾച്ചർ ഉണ്ടായിരിക്കും, പക്ഷെ അതിലുപരി നമ്മൾ വളർത്തിയെടുക്കുന്ന ഒരു കൾച്ചറുണ്ട്. അത് ക്ലാസ് റൂമിലുള്ള പാർട്ടിസിപ്പേഷൻസ്, മറ്റു കുട്ടികളോടുള്ള സംസാരം, ആ രീതിയിൽ നിന്നെല്ലാം മനസ്സിലാക്കി ഓരോ കുഞ്ഞുങ്ങളും എടുക്കേണ്ട ഒരു കാര്യമാണ്. And it includes values and behavior and styles, language and dialects, non-verbal communication and perspective, world views and frames of references. എല്ലാം ഇൻക്ലൂഡ് ചെയ്തതാണ് കൾച്ചർ. കൾച്ചർ എന്ന് പറയുന്നത് എല്ലാമാണ്, ജീവിതം മുഴുവനും ഒരു കൾച്ചറിൻ്റെ ഒരു ഭാഗമാണ്. അപ്പം കൾച്ചർ എന്ന് പറയുന്നത് നമ്മളുടെ വേ ഓഫ് ബിഹേവിയർ, നമ്മളുടെ സ്വഭാവം, നമ്മളുടെ ആറ്റിറ്റ്യൂഡ്, അതുപോലെ തന്നെ നമ്മളുടെ സ്റ്റൈൽ, നമ്മളുടെ ഫുഡ്, ലാംഗ്വേജ്, അതുപോലെ ഡ്രസ്സിങ് സ്റ്റൈൽ, ഡയലക്ട്സ്, നോൺ വെർബലായിട്ട് നമ്മൾ കാണിക്കുന്ന ആക്ഷൻസ്, ഇതെല്ലാം കൾച്ചറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഇപ്പം നമ്മൾ നമസ്കാരം കൊടുക്കാറുണ്ട്, ഷെയ്ക്കാൻ കൊടുക്കാറുണ്ട്, രണ്ടും രണ്ട് കൾച്ചറാണ് അല്ലേ. അപ്പോൾ ഇതേപോലെയാണ് മനസ്സിലാക്കേണ്ടത്. കൾച്ചർ എന്ന് പറയുന്നത് ഒരു ബ്രോഡ് ടേമാണ്. ആൻഡ് ഇറ്റ് ഇൻക്ലൂഡ്സ് ഡൈവേഴ്സിറ്റി ഓൾസോ. കൾച്ചർ എന്ന് പറയുന്നത്, കൾച്ചറൽ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് നമുക്ക് എണ്ണിയാൽ ഒടുങ്ങാത്തത്ര കൾച്ചേഴ്സ് ഡൈവേഴ്സിറ്റി ലോകം മുഴുവൻ കാണാൻ സാധിക്കും. ആൻഡ് ഇറ്റ് ഈസ് ഓൾവേസ് ചേഞ്ചിങ്. ഒരിക്കലും ഒരു കൾച്ചർ എന്ന് പറയുന്നത് അതേപോലെ സ്റ്റാറ്റിക്കായിട്ട് നിൽക്കുന്നില്ല. ജനറേഷൻ മാറുന്നതിനനുസരിച്ച്, എഡ്യൂക്കേഷൻ കിട്ടുന്നതിനനുസരിച്ച് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കൾച്ചറൽ ചേഞ്ച് വരാറുണ്ട് അല്ലേ. ആൻഡ് സബ് ഗ്രൂപ്പ്സ് മേ ഫോം. അപ്പം സബ് ഗ്രൂപ്പ്സ് ഒക്കെ ഉണ്ടാവാറുണ്ട് ഓരോ കൾച്ചറിലും. പുതിയ പുതിയ ഇന്നോവേഷൻസ് വരുമ്പോൾ പുതിയ കൾച്ചർ ഉണ്ടാവാറുണ്ട്. അതേപോലെ തന്നെ കൾച്ചറലി ഡൈവേഴ്സ് സ്റ്റുഡൻസ്. അപ്പം നമ്മളിരിക്കുന്ന ക്ലാസ് റൂമിൽ പല കൾച്ചറിൽ വരുന്ന കുട്ടികളായിരിക്കും. ടീച്ചേഴ്സിന് ഒരു പ്രെജുഡിസ് ഉണ്ട് എന്ന് വെച്ചാൽ ഞാൻ നല്ല ആളാണ്, അതുകൊണ്ട് എൻ്റെ അതേ കൾച്ചർ തന്നെ കുട്ടികൾ ഉണ്ടാവണം, അതുപോലെ ഒരു ബിഹേവിയർ തിരിച്ച് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ മോശപ്പെട്ട് ചിത്രീകരിച്ച് ഒറ്റപ്പെടുത്തുകയാണ് ചെയ്യാറ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, ഹി ഈസ് കൾച്ചറലി ഡിഫറെൻറ്റ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം കൊണ്ടായിരിക്കാം ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ദെൻ വരുന്നത് ലാംഗ്വേജിനെ പിന്നെ നമുക്ക് പറയേണ്ട ആവശ്യമില്ല. മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻസ്, അത് നമ്മൾ ആശയവിനിമയത്തിന് ഉപയോഗിക്കുന്ന ഒരു ഉപാധി. പക്ഷേ വിച്ച് ഷേപ്സ് കൾച്ചർ ആൻഡ് പേഴ്സണൽ ഐഡൻറ്റിറ്റി. ഒരാളുടെ പേഴ്സണൽ ഐഡൻറ്റിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ വേ ഓഫ് ടോക്കിങ്ങിലൂടെയാണ് ഒരാളെ നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ പല ടീച്ചേഴ്സിൻ്റെ ക്ലാസ് കേൾക്കാറുണ്ട്, പക്ഷേ പല ക്ലാസ് നമ്മൾ ഇഷ്ടപ്പെടുന്ന ക്ലാസ് എന്തുകൊണ്ടാണ്, അത് ഒന്നാമത് അവരുടെ ആ ഒരു ലാംഗ്വേജ് അല്ലെങ്കിൽ അവരുടെ പ്രസൻറ്റേഷൻ എന്നുള്ള കാര്യങ്ങൾ കൊണ്ട് തന്നെയാണ്. അപ്പോൾ അത് ഐഡൻറ്റിറ്റി, ഒരാളുടെ ഐഡൻറ്റിറ്റിയെ ക്രിയേറ്റ് ചെയ്യുന്നത് ആ ലാംഗ്വേജ് ആണ്. അതുപോലെ തന്നെ ഷേപ്സ് കൾച്ചർ, നല്ല കൾച്ചറായിട്ടുള്ള ലാംഗ്വേജ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഭാഷയാണ് ഉപയോഗിക്കുന്നത്, കൾച്ചർലെസ് ഫെലോ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ.
ആൻഡ് സോഷ്യലൈസസ് വൺ ഇൻ ടു എ കൾച്ചർ ഗ്രൂപ്പ്. അതുപോലെ തന്നെ ലാംഗ്വേജിലൂടെയാണ് ഒരാൾ എന്ത് ചെയ്യുന്നത്, സൊസൈറ്റിയുമായിട്ട് കൂടുതലായിട്ട് മിങ്കിൾ ചെയ്യുന്നത്. ആൻഡ് ക്യാൻ ബി നോൺ വെർബൽ, വെർബൽ എക്സെട്ര. പല രീതിയിൽ റിട്ടൺ ലാംഗ്വേജ് ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് വെർബൽ ആയിട്ടുള്ള, നോൺ വെർബൽ ആയിട്ടുള്ള ഒക്കെ ലാംഗ്വേജസ് ഉണ്ട്. ആൻഡ് ഇമ്പോസിബിൾ ടു സെപ്പറേറ്റ് ലാംഗ്വേജ് ആൻഡ് കൾച്ചർ. നമുക്ക് ഒരിക്കലും ലാംഗ്വേജിനെയും കൾച്ചറിനെയും എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിവൈഡ് ചെയ്യാനേ പറ്റില്ല. കാരണം കൾച്ചർ ട്രാൻസ്മിറ്റ് ത്രൂ ലാംഗ്വേജ്, ലാംഗ്വേജ് ഈസ് ആക്ച്വലി ട്രാൻസ്മിറ്റ് ത്രൂ കൾച്ചർ, ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ. ആൻഡ് ലിംഗ്വിസ്റ്റിക്കലി ഡൈവേഴ്സ് സ്റ്റുഡൻസ്. അപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ എങ്ങനെ ഉണ്ടായിരിക്കും, പല ഭാഷ സംസാരിക്കുന്ന, പല ഡയലക്റ്റ് സംസാരിക്കുന്ന, പല രീതിയിൽ സംസാരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടാവും. നമ്മൾ അതും കൂടി എന്ത് ചെയ്യണം, മനസ്സിലാക്കി വേണം ക്ലാസ് റൂമിൽ ബിഹേവ് ചെയ്യാൻ. ഇനി അടുത്ത വരുന്നത് മാർജിനലൈസ്ഡ് ആണ്. ഇത് നമ്മൾ ഒരു പിക്ക് കാണിക്കുക, അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ മാർജിനലൈസ്ഡ് പീപ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ സൊസൈറ്റിയിൽ ഇഷ്ടം പോലെ ആളുകളുണ്ട്. 5 പേരെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. ഒന്ന് വിമനെ പറ്റി നമ്മൾ ആ ജെൻഡർ എന്ന് പറയുന്ന പേപ്പറിൽ ഇഷ്ടം പോലെ പഠിച്ചു, എക്സാംസും എഴുതിയതാണ് അല്ലേ. അപ്പോൾ വിമൻ എന്ന് പറയുന്നത് മാർജിനലൈസ്ഡ് ആണ്. എപ്പോഴും നമ്മുടെ മനുസ്മൃതി മുതൽ നമുക്ക് പറയുന്ന കേൾക്കാം, എന്താ, നാ സ്ത്രീ സ്വതന്ത്രയാം അർഹതി. ഒരു സ്ത്രീക്കും സ്വാതന്ത്ര്യം അർഹിക്കുന്നില്ല. എപ്പോഴും അവർ ഒന്നുകിൽ ആ ഒരു പാട്രിയാർക്കിയുടെ, ഒന്നുകിൽ ഫാദറിൻ്റെ, അല്ലാന്നുണ്ടെങ്കിൽ മകൻ്റെ, അതും അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ ഒക്കെ ക്ലച്ചസിലാണ്, ബ്രദറിൻ്റെ ഒക്കെ ക്ലച്ചസിലാണ്. അപ്പം വിമൻ എന്ന് പറയുന്നത് എപ്പോഴും ഒരു മാർജിനലൈസ് ചെയ്തിട്ടാണ്. പെൺപിള്ളേർ പഠിച്ചിട്ട് എന്നാത്തിനാ, ഒരു ഉപയോഗമില്ല, എന്തിനാ, ഒരു യൂസും ഇല്ല, വെറുതെ കിടന്ന് പഠിപ്പിക്കുക എന്നൊക്കെ പറയാറുണ്ട് അല്ലേ. ജോലിയും കിട്ടത്തില്ല, വെറുതെ അടുക്കളയിൽ കിടക്കാനുള്ളതിനെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരുപാട് മാർജിനലൈസേഷൻ വരുന്നുണ്ട്. ദെൻ പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസ്. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് വയ്യാത്ത ആളുകളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പഠിക്കാനുള്ള കഴിവുണ്ടായിരിക്കും, പക്ഷേ അവർക്ക് ക്ലാസ് റൂമിലേക്ക് എത്താനുള്ള, അല്ലെങ്കിൽ ട്രാവൽ ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ശാരീരികമായിട്ടുള്ള പരിമിതികൾ അനുഭവിക്കുന്നവർ, അവരുടെ കുഴപ്പം കൊണ്ടല്ലാണ്ട് പരിമിതികൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അത്തരം ആളുകളെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, മാർജിനലൈസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു സ്ത്രീ, പെൺകുട്ടിയാണ് അങ്ങനെയെങ്കിലോ ഡബ്ല്യു ഒപ്രസ്ഡ് ആണ് അല്ലേ. ഒന്നാമതൊരു ഗേൾ എന്ന നിലയിൽ, രണ്ടാമത് അങ്ങനെ ഡിസബിലിറ്റി ഉള്ളൊരു പേഴ്സൺ എന്ന നിലയിൽ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഒരു ടീച്ചർ എന്ന നിലയിൽ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം എന്താ, ഇങ്ങനത്തെ കുഞ്ഞുങ്ങളുടെ ക്ലാസ്സിലുണ്ടാകുമ്പോൾ എത്രമാത്രം സപ്പോർട്ട് അവർക്ക് വേണം. അവിടെയാണ് ഇക്വാലിറ്റി അല്ല ഇക്വിറ്റിയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് എന്ന് നമ്മൾ പറയുന്നത്. ദെൻ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്സ് ഉണ്ട്, കാസ്റ്റുകളുണ്ട്. അവർ നമ്മളെപ്പോഴും ഒരു താഴ്ന്ന വിഭാഗമായിട്ട് കാണുന്ന ഒരു ടെൻഡൻസി ഉണ്ട്. നമ്മളുടെ ഒരു ഡോമിനൻസ് മിക്കപ്പോഴും അത്തരം ആളുകളുടെ ഇടയിൽ വരാറുണ്ട് അല്ലേ. ഇപ്പോൾ കോളനികൾ എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കുന്ന ടേംസൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇത്തരം ടേംസൊക്കെ ക്ലാസ് റൂമിൽ ഉപയോഗിക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഏതെങ്കിലും കുട്ടികൾ ഉപയോഗിച്ച് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിലും മറ്റ് രീതിയിലൊക്കെ കുഞ്ഞുങ്ങൾ ഇത് അറിയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ക്ലാസ് റൂമിൽ അവരെ നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ, ബിഹേവ് ചെയ്യാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവരെ നമ്മൾ മാർജിനലൈസ് ചെയ്യുന്ന ഒരു കാറ്റഗറിയാണ്. ദെൻ വരുന്നത് ഷെഡ്യൂൾഡ് ട്രൈബ്സ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു. ദെൻ വരുന്നത് ചിൽഡ്രൻ. അപ്പോൾ ചിൽഡ്രനെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ചിൽഡ്രൻസിനെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, മാർജിനലൈസ് ചെയ്യാറുണ്ട് പലപ്പോഴും അല്ലേ. അപ്പം അവർ മൊത്തത്തിൽ അവർക്കൊന്നും ഇവരില്ല, അവരോട് പറഞ്ഞിട്ട് എന്താ കാര്യം എന്നുള്ള രീതിയിൽ പല കാര്യങ്ങളും അവരിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, മാറ്റി നിർത്താറുണ്ട്. പക്ഷേ ചെറുപ്പം മുതലേ നമ്മൾ ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് തന്നെ പഠിപ്പിക്കണം. അത് വലുതാൻ പറഞ്ഞാൽ മതി, അത് പിന്നെ ഇപ്പോൾ പറയേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയുന്നതും പറയാത്ത അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്, എല്ലാം നമുക്ക് പറയാൻ പറ്റത്തില്ലായിരിക്കാം. പക്ഷെ എന്നാലും ഒരു അവയർനെസ്, അവരെ മാർജിനലൈസ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. അപ്പോൾ ഇതാണ് മാർജിനലൈസ്ഡ് ഗ്രൂപ്പ്സ് പ്രധാനപ്പെട്ടിട്ടുള്ളത് കേട്ടോ. ഇനി വരുന്നത് എക്കണോമിക് ഡിസ്പാരിറ്റീസ്. ഇനി അടുത്തത് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്ന കുഞ്ഞുങ്ങളുണ്ടായിരിക്കും നമ്മുടെ ക്ലാസ് റൂമിൽ. അപ്പോൾ അത്തരം കുഞ്ഞുങ്ങൾക്ക് പ്രധാനപ്പെട്ടുള്ള പോയിന്റ്സ് നോക്കാം. ഓൾസോ നോൺ ആസ് ഇൻകം ഇനീക്വാലിറ്റി. അപ്പം ഒരേപോലത്തെ വരുമാനമില്ലാത്തൊരു ക്ലാസ് റൂമാണ് നമുക്ക് എപ്പോഴും കാണാൻ സാധിക്കുന്നത്. എക്കണോമിക്സ് ജനറലി ഫോക്കസ് ഓൺ എക്കണോമിക് ഡിസ്പാരിറ്റി ഇൻ 3 മെട്രിക്സ്. 3 രീതിയിലാണ് അത് അളക്കുന്നത്. ഒന്ന് വെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്പത്തും ഇൻകവും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്താ, ഇപ്പം വെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു വരുമാനം വേണമെന്നില്ല. അപ്പം അവൻ്റെ കുടുംബത്തിൽ നല്ല വകയുള്ളതാ എന്ന് നമ്മൾ പറയുമ്പോൾ അവിടെ എന്താ, ശരിക്കും അവിടെ ഇൻകം അല്ല, അവിടെ വെൽത്താണ് നോക്കുന്നത് അല്ലേ. അപ്പോൾ ആ വെൽത്ത് എന്ന് പറയുന്ന ഒരു മെട്രിക്സിൽ നമുക്ക് അളക്കാം ഒരാളെ. ദെൻ വരുന്നത് ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, അധ്വാനിച്ചിട്ട് നമുക്ക് കിട്ടുന്ന ഒരു വരുമാനം, ആ ഒരു രീതി. ദെൻ വരുന്നത് കൺസംഷൻ. അപ്പോൾ മൂന്നാമത്തെ ടേമാണ് കൺസംഷൻ. ഇതേപോലെ ഇനീക്വാലിറ്റി ഓഫ് ഇൻകം ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം. അപ്പം ക്ലാസ് റൂമിൽ ഇതുപോലെ ഒരു ഇൻകത്തിനൊരു ഈക്വാലിറ്റി ഇല്ലാത്ത കുട്ടികളാണ്. ചിലർ നല്ല റിച്ച് ഫാമിലി, ചിലർ പുവർ ഫാമിലി. അപ്പോൾ അവർ തമ്മിലുള്ള ക്ലാഷുകൾ, അതൊരു ഇൻക്ലൂസീവ് ക്ലാസ് റൂം ആകുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു വെരി ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം ആണ്. ടു മച്ച് ഇൻക്വാലിറ്റി കൻ ഓൾസോ ബി ഡിസ്ട്രക്റ്റീവ്. എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും ഒരേപോലെ പൈസയുള്ള ആളുകളാണെങ്കിലോ അതും എന്ത് തന്നെയാണ്, ഡിസ്ട്രക്റ്റീവാണ് അല്ലേ. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാലും സൊസൈറ്റി എന്ത് ചെയ്യില്ല, നന്നായിട്ട് പോകില്ല. അപ്പം സൊസൈറ്റിക്ക് എപ്പോഴും
ഉള്ളവനും ഇല്ലാത്തവനും വേണം, മുതലാളികളും തൊഴിലാളികളും വേണം, എന്നാലേ സമൂഹത്തിലൊരു ഉയർച്ച അല്ലെങ്കിൽ ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടാവുള്ളൂ. ആൻഡ് ലാക്ക് ഓഫ് വർക്കേഴ്സ്, ലാക്ക് ഓഫ് പ്രൊഡക്ടിവിറ്റി, ആൻഡ് ഇമ്പോർട്ടൻറ്റ് റീസൺ ഈസ് ദ ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ. ഓക്കെ, അപ്പം ഇതിങ്ങനെ ഒരു കാര്യം വരാൻ കാരണം എന്തുവാ? ഇതുപോലെ ഇൻകത്തിൽ പ്രശ്നം വരുന്നതും അതുപോലെ എക്കണോമിക്കലി നമുക്ക് പ്രശ്നം വരുന്നതും ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ലാക്ക് ഓഫ് എഡ്യൂക്കേഷനാണ്, ലാക്ക് ഓഫ് വർക്കേഴ്സ്. നമുക്ക് ആവശ്യമുള്ള സ്ഥലങ്ങളിൽ നന്നായിട്ട് ജോലി ചെയ്യാൻ പറ്റുന്ന ആളുകളില്ല, വിദ്യാഭ്യാസം കിട്ടിയ ആളുകൾ തന്നെ ഔട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് തന്നെ നല്ല രീതിയിൽ അത് സ്കിൽഫുൾ അല്ലാത്ത ആളുകളുണ്ട്. അപ്പം അതേപോലെ ഈ ഒരു എഡ്യൂക്കേഷൻ, ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ടുള്ള ഒരു പ്രശ്നമാണ്. അതുപോലെ ലാക്ക് ഓഫ് പ്രൊഡക്ടിവിറ്റി, ഇതുപോലെ വർക്കേഴ്സ് ഇല്ലെങ്കിൽ നല്ല പ്രൊഡക്റ്റീവ് ഉണ്ടാവില്ല, നമ്മുടെ ക്രിയേറ്റിവിറ്റി എവിടെയോ പോകുന്നു. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഇൻകം എന്ന് പറയുന്ന ഒരു കാര്യത്തിനെ റിലേറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ, ഇനി വരുന്നത് സ്പെഷ്യൽ എബിലിറ്റി ഗ്രൂപ്പ്. അതായത് സ്പെഷ്യലായിട്ട് നമുക്ക് ചില കഴിവുകളുള്ള ഗ്രൂപ്പ്സ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ചിൽഡ്രൻ ഹു ആർ സ്ലൈറ്റ്ലി ഡിഫറെൻറ്റ് ഇൻ ഹിസ് ഓർ ഹെർ കോഗ്നേറ്റീവ് ആൻഡ് ഫിസിക്കൽ എബിലിറ്റീസ്. ഇതിൽ നമ്മൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയതായിട്ട് ശാരീരികമായിട്ടോ മാനസികമായിട്ടോ ചില പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന കുഞ്ഞുങ്ങൾ നമ്മുടെ ക്ലാസ് റൂമുകളിൽ ഉണ്ടാവും. എക്സെപ്ഷണൽ ചിൽഡ്രൻ ഹാവ് സ്കിൽസ് ആൻഡ് എബിലിറ്റീസ്. ചില കുഞ്ഞുങ്ങൾ നമ്മൾ എക്സെപ്ഷണൽ ചിൽഡ്രൻ എന്ന് പറയുന്നുണ്ട്. എന്താ എക്സെപ്ഷണൽ ചിൽഡ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ഹാവ് സ്കിൽസ് ആൻഡ് എബിലിറ്റീസ്, അല്ലേ? അവർക്ക് എന്തുണ്ട്, സ്കിൽസും എബിലിറ്റീസും ഒക്കെ ഉണ്ട്. ലിമിറ്റ് ഇൻ ഹിയറിംഗ്, വിഷൻ ഓർ മോട്ടോർ സ്കിൽസ്, അങ്ങനത്തെ കുഞ്ഞുങ്ങളും ഉണ്ടാവും, അല്ലേ? കേൾക്കാൻ കഴിവ് കുറവുള്ള അല്ലെങ്കിൽ കാഴ്ച കുറവുള്ള അതുപോലെ ശാരീരിക വൈകല്യങ്ങളുള്ള കുഞ്ഞുങ്ങളുണ്ടാവും. ദി അമേരിക്കൻസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് പ്രൊവൈഡ്സ് ഡിസ്ക്രിപ്ഷൻസ് ദാറ്റ് ഈസ് എസെൻഷ്യലി ഡിഫൈൻ ദ ഫോളോയിങ്. അപ്പോൾ ഈ ഇമ്പയർമെൻറ്റ്, അതുപോലെ ഡിസബിലിറ്റി, അതുപോലെ കുറച്ച് ടേംസ് ഉണ്ട്, നമ്മളെല്ലാം ഒന്നായിട്ട് തന്നെ ഉപയോഗിക്കുക, അല്ലേ? അപ്പോൾ അതിനെപ്പറ്റി എന്താണെന്ന് നോക്കുക. ചിലപ്പോൾ എക്സാമിന് ഇങ്ങനെ ഡിഫൈൻ ഇമ്പയർമെൻറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തെഴുതും? അപ്പോൾ എഴുതാം, എ പ്രോബ്ലം വിത്ത് എ ലോസ് ഓഫ് നോർമൽ സൈക്കോളജിക്കൽ ഒരു അനോട്ടമിക്കൽ ഫങ്ഷനിങ്. അനാട്ടമിക്കൽ എന്ന് വെച്ചാൽ ശാരീരികമായിട്ടോ അല്ലെങ്കിൽ മാനസികമായിട്ടോ നമുക്ക് നോർമൽ അല്ലാതെ ബിഹേവ് ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥ. ഇതിനെയാണ് നമ്മൾ ഇമ്പയർമെൻറ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് ഡിസബിലിറ്റി. ഡിസബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ റെസ്ട്രിക്ഷൻ ഇൻ ഓർ ലോസ് ഓഫ് വൺസ് എബിലിറ്റി ടു പെർഫോം നോർമൽ ഹ്യൂമൻ ആക്ടിവിറ്റീസ്. അതായത് നോർമലായിട്ടൊരു മനുഷ്യൻ ചെയ്യുന്ന കാര്യങ്ങൾ, ആക്ടിവിറ്റീസ് ചെയ്യാൻ കഴിയാതെ ഇരിക്കുന്ന ഒരു അവസ്ഥ, ഇതിനെയാണ് ഡിസബിലിറ്റി എന്ന് പറയുന്നത്. ദെൻ മൂന്നാമത്തെ വരുന്നത് ഹാൻഡിക്യാപ്ഡ് അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജഡ്. എ സിറ്റുവേഷൻ ഇൻ വിച്ച് എ പേഴ്സൺസ് age or sex or cultural status prevents that person from fulfilling their role considered normal for him or her. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുഞ്ഞിന് അവൻ്റെ ഒരു നോർമൽ ബിഹേവിയർ എന്ത് ചെയ്യാൻ പറ്റില്ല, അതായത് സൊസൈറ്റി കൺസിഡർ ചെയ്യുന്ന ഒരു റോൾ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. ഹാൻഡിക്യാപ്ഡ്, അംഗവൈകല്യമുള്ളവരില്ലേ, അങ്ങനത്തെ ആളുകൾ. ആൻഡ് ഗിഫ്റ്റഡ് ആൻഡ് ടാലൻറ്റഡ് ചിൽഡ്രൻ, അവരെന്തായിരിക്കും? ഡിസ്പ്ലേയിങ് ഹൈലി സുപ്പീരിയർ എബിലിറ്റീസ് ഇൻ മെമ്മറി, കോഗ്നേറ്റീവ് റീസണിങ്, വിഷ്വൽ സ്കിൽസ് ഓർ ഓഡിറ്ററി സ്കിൽസ്. എല്ലാ സ്കില്ലുകളും ധാരാളമായിട്ടുള്ള കുട്ടികളെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ഗിഫ്റ്റഡ് ചിൽഡ്രൻ ആൻഡ് ടാലൻറ്റഡ് എന്ന് പറയാം, എക്സ്ട്രാ ഓർഡിനറി ചിൽഡ്രൻ. അപ്പോൾ ഇതാണ് ഇതിനകത്തെ പ്രധാനപ്പെട്ടിട്ടുള്ള ചേഞ്ചസ് കേട്ടോ. ഇനി നമുക്ക് നോക്കാം ഹിയറിംഗ് ഇമ്പയർമെൻറ്റ്. ഹിയറിംഗ് ഇമ്പയർമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 രീതിയിൽ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. ഒന്ന് കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ് ആൻഡ് സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ്, ദെൻ മിക്സഡ് ഹിയറിംഗ് ലോസ്. അപ്പോൾ കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ് എന്ന് പറയുന്നത് നമുക്കറിയാം, കണക്ഷൻ പോവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഹിയറിംഗ് എന്ന് പറയുന്നത്, കേൾക്കുക എന്ന് പറയുന്നത് നമ്മളുടെ ഉദ്ദീപനങ്ങൾ, ശബ്ദത്തിൻ്റെ വേവ്സ് പോയിട്ടാണല്ലോ സംഭവിക്കുന്നത്. അപ്പം അത് തലച്ചോറുമായിട്ട് കൊടുക്കുന്ന ഒരു സിഗ്നലിങ്ങിൽ പ്രശ്നം വരുമ്പോഴുണ്ടാകുന്ന ആ കണ്ടക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പരസ്പരമുള്ള ആ ഒരു ഇലക്ട്രിക് പോലെ കണക്ഷൻ ഉണ്ട്, ആ കണക്ഷൻ പോകുന്നതിനെയാണ് കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ് എന്ന് പറയുന്നത്. അടുത്തത് സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ്. അത് ഏതെങ്കിലും ഒരു ന്യൂറോണിന് തകർച്ച സംഭവിച്ചുകൊണ്ടൊക്കെ സംഭവിക്കുന്ന ഒരു പ്രശ്നങ്ങളാണ്, ഹിയറിംഗ് ലോസ് ആണ്, കേൾവി നഷ്ടപ്പെടലിനെയാണ് സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് എന്ന് പറയുന്നത്. ദെൻ മിക്സഡ് ഹിയറിംഗ് ലോസ് എന്ന് പറഞ്ഞാൽ 2 കാരണങ്ങൾ കൊണ്ട് ഉണ്ടാവുന്ന ഹിയറിംഗ് ലോസിനെയാണ് മിക്സഡ് ഹിയറിംഗ് ലോസ് എന്ന് പറയുന്നത്. നമുക്ക് സാധാരണ രീതിയിൽ പല ഉപകരണങ്ങളും ലഭ്യമാണ്, അതൊക്കെ ഉപയോഗിച്ചും കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത്തരം കുഞ്ഞുങ്ങളെ ട്രീറ്റ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ അതൊക്കെ നമ്മൾ ടീച്ചേഴ്സ് തന്നെ വേണം ഇങ്ങനെ ഒരു ക്ലാസ് റൂമിൽ അങ്ങനത്തെ ഒരു പ്രശ്നം വരുവാണെങ്കിൽ നോക്കാനൊക്കെ. ഓക്കെ, ഇനി അടുത്തത് വിഷ്വൽ ഇമ്പയർമെൻ്റ് ആണ് പോകുന്നത് കേട്ടോ. വിഷ്വൽ ഇമ്പയർമെൻറ്റ് എന്ന് പറയുന്നത് പേഴ്സൺ വിത്ത് ലോ വിഷൻ. ഇതിന് ടെക്സ്റ്റിൽ അധികം ഒന്നും പറയുന്നില്ല, ഈ 3 പോയിന്റ്സ് നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. പേഴ്സൺ വിത്ത് ലോ വിഷൻ, ഒക്യുലർ മോട്ടിലിറ്റി ആൻഡ് ബൈനോക്കുലർ വിഷൻ. ഈ ഒരു 3 ടൈപ്സ് ഓഫ് പേഴ്സൺസ് ഉണ്ട്. പിന്നെ ഗ്ലൂക്കോമ, അതുപോലെയൊക്കെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്, അത് കണ്ണിന് വരുന്ന, അല്ലേ? അപ്പോൾ അതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. അപ്പം ഇത്തരം പ്രശ്നങ്ങളുള്ള കുഞ്ഞുങ്ങളും ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാം.
ദെൻ ഫിസിക്കൽ ഇമ്പയർമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂറോ മസ്കുലർ ഇമ്പയർമെൻറ്റ് ആൻഡ് സ്കെലറ്റൽ ഇമ്പയർമെൻറ്റ്. അപ്പം ന്യൂറോ മസ്കുലർ ഇമ്പയർമെൻറ്റ് എന്ന് പറയുമ്പോൾ എന്താണത്? ഇറ്റ് ഈസ് പാരാലിസിസ് ഒക്കെ ഉണ്ടാവാറുണ്ട് അല്ലേ കുഞ്ഞുങ്ങൾക്ക്, പെട്ടെന്ന് മസ്കുലർ കൺട്രോൾ പോകുന്നത്. അതുപോലെ വീക്ക്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് കുഴഞ്ഞു വീഴുക. ദെൻ ഇൻഫ്ലുവൻസ് വിത്ത് കൺട്രോൾ വയ സ്പാറ്റിസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മസിലിൻ്റെ ഒരു പ്രശ്നം വന്നിട്ട് അതിനകത്ത് ടെൻഷൻ അല്ലെങ്കിൽ പ്രഷറൊക്കെ വന്നിട്ട് അങ്ങനെ പ്രശ്നം വരാറുണ്ട്. അതുപോലെ തന്നെ സ്കെലറ്റൽ ഇമ്പയർമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോയിൻറ്റ് മൂവ്മെൻറ്റ് ലിമിറ്റേഷൻസ്, നമുക്ക് സന്ധികൾ കൃത്യമായിട്ട് ചലിക്കാൻ സാധിക്കാത്ത അവസ്ഥ. ഇതൊക്കെയൊക്കെയാണ് സ്കെലറ്റൽ ഇമ്പയർമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരം കുഞ്ഞുങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? കെയർ ചെയ്യണം. ദെൻ വരുന്നത് മോട്ടോർ ആൻഡ് മൊബിലിറ്റി ഇമ്പയർമെൻറ്റ്. ഈ മോട്ടോർ ആൻഡ് മൊബിലിറ്റി എന്ന് പറയുന്നത് ചലിക്കാൻ ബുദ്ധിമുട്ടുള്ള കുഞ്ഞുങ്ങളുണ്ട്. ഇതിന് പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറയുന്നത് ചിലപ്പോൾ സ്ട്രോക്ക് വന്നിട്ടായിരിക്കും, അല്ലെങ്കിൽ സ്പൈനൽ കോഡ് ഇഞ്ചുറി ഉണ്ടായിട്ടുണ്ടാവും, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് ഉണ്ടായിട്ടുണ്ടാവും, ബ്രെയിൻ ഇഞ്ചുറി വന്നിട്ടുണ്ടാവും, പാർക്കിൻസൺസ് ഡിസീസ് കാരണം ഉണ്ടാവും, ആൻഡ് ന്യൂറോ മസ്കുലർ ഡിസീസ് കാരണം ഉണ്ടാവും, മേജർ ഓർത്തോപീഡിക് ഇഞ്ചുറി കാരണം ഉണ്ടാവും, അതുപോലെ സെറിബ്രൽ പൾസി, ദെൻ ഫ്രെയിലിറ്റി അസോസിയേറ്റഡ് വിത്ത് ഓൾഡ് ഏജ്. അതുപോലെ വയസ്സായ ആളുകൾക്കൊക്കെ ഇത് അനുഭവിക്കാറുണ്ട് അവർക്ക്. അപ്പോൾ ഇത്തരം കുഞ്ഞുങ്ങൾക്ക് പാർക്കിൻസൺ ഡിസീസ് ഉള്ള കുഞ്ഞുങ്ങളുണ്ടാവും, ചിലപ്പോൾ സ്ട്രോക്ക് വന്നിട്ടുണ്ടാവും, ചിലപ്പോൾ എന്തെങ്കിലും ബ്രെയിൻ ഇഞ്ചുറി പറ്റിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം, ഇങ്ങനത്തെ കുഞ്ഞുങ്ങൾ നമ്മുടെ ഇൻക്ലൂസീവ് ക്ലാസ് റൂമിൽ ഉണ്ട് എന്നുള്ള കാര്യം. ഓക്കെ. ദെൻ വരുന്നത് സെറിബ്രൽ പാൾസി. ഇതെന്താണെന്നുള്ളതെന്ന് നോക്കാം നമുക്ക്. ഓക്കെ, അതിനകത്ത് 3 തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് സ്പാറ്റിക് സെറിബ്രൽ പാൾസി, അക്ടാസിക് സെറിബ്രൽ പാൾസി ആൻഡ് എത്തിറ്റോയിഡ് ഓർ ഡിസ്കൈനറ്റിക് സെറിബ്രൽ പാൾസി. ഇങ്ങനെ 3 രീതിയിൽ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട് സെറിബ്രൽ പാൾസിയുടെ 3 വിഭാഗങ്ങൾ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക്, അതായത് സ്പാസ്റ്റിക് സെറിബ്രൽ പാൾസി എന്ന് പറയുന്ന അസുഖം ഉള്ള കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മസിൽസിന് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും? പ്രശ്നങ്ങളുണ്ടായിരിക്കും. അവർക്ക് പെട്ടെന്ന് ബോഡി കുഴയുക, നിൽക്കാൻ കഴിയാത്തൊരവസ്ഥ, അതുപോലെ തന്നെ ഹാൻഡ്സ് കറക്റ്റായിട്ട് മൂവ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, അപ്പം ചിലപ്പോൾ ഭക്ഷണം കഴിച്ചാൽ അത് വിഴുങ്ങാൻ കഴിയാത്ത അവസ്ഥ, ഇങ്ങനെയൊക്കെ വരാറുണ്ട്. അതേപോലെ തന്നെ ഈ രണ്ടാമത്തെ രീതിയിലുള്ള അറ്റാക്സിക് സെറിബ്രൽ പാൾസി എന്ന് പറയുന്നത് ദിസ് ഈസ് എ ലീസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് സെറിബ്രൽ പാൾസിയാണ്. അതുപോലെ ഇറ്റ് ഈസ് ആക്ച്വലി ചിൽഡ്രൻ വിത്ത് അറ്റാക്സിയ ഓൾസോ ഹാവ് പ്രോബ്ലംസ് വിത്ത് ബാലൻസ് ആൻഡ് ഡെപ്ത് പെർസെപ്ഷൻ. അവർക്ക് പെട്ടെന്ന് കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിയില്ല, അതേപോലെ തന്നെ അവർക്ക് ബാലൻസ് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടാവാറുണ്ട്. അതുപോലെ എത്തിറ്റോയിഡ് ഒരു ഡിസ്കൈനറ്റിക് സെറിബ്രൽ പാൾസി. അപ്പോൾ അതിനെ നമ്മൾ 2 തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് ഡിസ്റ്റോണിയ ആൻഡ് എത്തിറ്റോസിസ്. ഓക്കെ, ഇതൊക്കെ ബയോളജിക്കൽ ടേംസ് ആണ്, അതുകൊണ്ട് ഐ ഹാവ് സം കൺഫ്യൂഷൻസ്. അത് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്റ്റോണിയ എന്ന് പറയുന്നത് ദിസ് ഈസ് എ ടേം യൂസ്ഡ് ഫോർ സസ്റ്റെയിൻഡ് മസിൽ കോൺട്രാക്ഷൻസ് ആൻഡ് ഫ്രീക്വൻ്റ്ലി കോസ് ട്വിസ്റ്റിംഗ് ഓർ റിപ്പിറ്റേറ്റീവ് മൂവ്മെൻറ്റ്സ്. അതായത് ചില കുഞ്ഞുങ്ങളെ കണ്ടിട്ടില്ലേ, ഇങ്ങനെ പെട്ടെന്ന് അവരെന്ത് ചെയ്യാറുണ്ട്, ഇപ്പം മൂവ്മെൻറ്റ് ഇങ്ങനെ വരാറുണ്ട്, കൈയൊക്കെ എപ്പോഴും ഇങ്ങനെ വിറയ്ക്കുക, അത്തരം അസുഖങ്ങളൊക്കെ ഉണ്ടാകുന്ന ആളുകളില്ലേ, പെട്ടെന്ന് ഏതെങ്കിലും ഒരു ബോഡി പാർട്ട് ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കുന്ന ആളുകൾ. അപ്പം അങ്ങനെയൊക്കെയുള്ള ആളുകളെയൊക്കെയാണ് നമ്മൾ പറയുന്നത് ഡിസ്റ്റോണിയ. അതേപോലെ എത്തിറ്റോസിസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒക്യൂർ പർട്ടിക്കുലർലി ഇൻ ദി അൺകൺട്രോൾഡ് എക്സ്ട്രാ മൂവ്മെൻറ്റ്സ് ദാറ്റ് ഒക്യൂർ പെർട്ടിക്കുലർലി ഇൻ ദ ആംസ്, ഹാൻഡ്സ് ആൻഡ് ഫീറ്റ് ആൻഡ് അറൗണ്ട് ദ മൗത്ത്. അപ്പം നമ്മളുടെ മുഖഭാഗങ്ങളിലോ അല്ലാന്നുണ്ടെങ്കിൽ കൈകളിലോ കാലുകളിലോ ഒക്കെ എന്ത് ചെയ്യുക, അൺകൺട്രോൾ ചെയ്യുന്ന ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവുന്നതിനെയാണ് നമ്മൾ ഇത്തരത്തിലുള്ള സെറിബ്രൽ പാൾസി എന്ന് പറയുന്നത്. ഇനി അവസാനം വരുന്ന ഒരു പാർട്ടാണ് ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി. ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി എന്ന് പറയുമ്പോൾ അതിനെ നമ്മൾ 3 രീതിയായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് മൈൽഡ് ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി, MID എന്ന് റെപ്രസെൻ്റ് ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് ഇൻ്റലക്ച്വൽ ഫങ്ഷനിങ് റേഞ്ചിങ് ബിറ്റ്വീൻ ആൻ അപ്പർ ലിമിറ്റ് ഓഫ് അപ്രോക്സിമേറ്റ്ലി 70 ടു എ ലോവർ ലിമിറ്റ് ഓഫ് അപ്രോക്സിമേറ്റ്ലി 55. അപ്പോൾ 70 to 55 ഇടയിൽ ഇങ്ങനെ വർക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റലക്ച്വൽ ലിമിറ്റ് ഉള്ള കുഞ്ഞുങ്ങളെയാണ് എന്ത് പറയുന്നത്, മൈൽഡ് ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി ഉള്ള കുട്ടികളെ MID എന്ന് പറയുന്നത്. അതുപോലെ മോഡറേറ്റ് ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി MOID എന്ന് പറയുന്നൊരു തരംതിരിവുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിയർ നമുക്കറിയാം 55 ടു ലോവർ ലിമിറ്റ് ഓഫ് 40. അപ്പം 55 മുതൽ 45 വരെ റേഞ്ചിൽ വരുന്ന കുഞ്ഞുങ്ങളെയാണ് എന്ത് പറയുന്നത്, MOID എന്ന് പറയുന്നത്. ദെൻ SID സിവിയർ ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി, ഇൻ്റലക്ച്വൽ ഫങ്ഷനിങ് റേഞ്ചിങ് ഫ്രം ആൻ അപ്പർ ലിമിറ്റ് ഓഫ് അപ്രോക്സിമേറ്റ്ലി 40 ആൻഡ് ലോവർ ലിമിറ്റ് ഓഫ് അപ്രോക്സിമേറ്റ്ലി 25. അപ്പോൾ 25-നും 40-നും ഇടയിൽ ഒരു ഇൻ്റലക്ച്വൽ എബിലിറ്റി കാണിക്കുന്ന കുഞ്ഞുങ്ങളെയാണ് സിവിയർ ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി ഉള്ള കുഞ്ഞുങ്ങളെ SID എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഡൗൺ സിൻഡ്രോം.
ഡൗൺ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇറ്റ് ഈസ് ഡിഫറൻസസ് ഇൻ ക്രോമസോം നമ്പേഴ്സ് കോസസ് ഡൗൺ സിൻഡ്രോം. ശരിക്കും നമ്മളുടെ ക്രോമസോം സംഖ്യയിലുണ്ടാവുന്ന ഒരു വ്യത്യാസമാണ് ശരിക്കും ഡൗൺ സിൻഡ്രോമിന് കാരണമാവുന്നത്. അതിനെ 3 രീതിയിൽ തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് റെഗുലർ ട്രിസോമി ആൻഡ് ട്രാൻസ്ലൊക്കേഷൻ ആൻഡ് മൊസൈക്ക്. ഇങ്ങനെ 3 രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, തരംതിരിച്ചിട്ടുണ്ട്. ഓക്കെ. ദെൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്നത് ഐസ് ദാറ്റ് ഹാവ് ആൻ വേർഡ്സ് ആൻഡ് അപ്വാർഡ്സ് മൂവ്മെൻറ്റ് എന്നാണ് കേട്ടോ അവിടെ എഴുതിയത്. ആൻഡ് നമുക്കറിയാം, ഒരു പിക്ചർ കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം ഐസ് എന്ന് പറയുന്നത് കുറച്ച് മുകളിലേക്കായിരിക്കും. അതേപോലെ തന്നെ ഇറ്റ് ആക്ച്വലി എ ഫ്ലാറ്റർ നേസിൽ ബ്രിഡ്ജ് ആൻഡ് സ്മോൾ നോസ്, ചെറിയ നോസ് ആയിരിക്കും. അതുപോലെ തന്നെ ചെറിയ നമ്മുടെ മൂക്കിൻ്റെ ദ്വാരം എന്ന് പറയുന്നത് ചെറുതായിരിക്കും. അതുപോലെ സ്മോൾ മൗത്ത് ക്യാവിറ്റി, ചെറിയ മൗത്ത് ആയിരിക്കും. വിച്ച് ക്യാൻ ഗിവ് ദ ടങ് ദി അപ്പിയറൻസ് ഓഫ് ബീങ് ലാർജർ ഓർ പ്രൊട്രൂഡിങ്. പുറത്തേക്ക് നാവ് ഇങ്ങനെ പുറത്തേക്ക് നിൽക്കുന്ന മാതിരി നമുക്ക് ഫീൽ ചെയ്യും. ചെറിയ ഒരു ലിപ്പായിരിക്കും ഉണ്ടാവുക. അതുപോലെ റെഡ്യൂസ്ഡ് മസിൽ ടോൺ ഓർ ഫ്ലോപ്പിനെസ്, അതുപോലെ തന്നെ മസിൽ എന്ന് പറയുന്നത് അത്ര സ്ട്രോങ് ആയിരിക്കില്ല. അതുപോലെ ലോവർ ബർത്ത് വെയ്റ്റ് ആൻഡ് ലെങ്ത്, അതുപോലെ ജനിക്കുമ്പോൾ വളരെ ഭാരം കുറഞ്ഞ കുഞ്ഞുങ്ങളായിരിക്കും. ദെൻ വരുന്നത് സ്പെസിഫിക് ലേണിംഗ് ഡിസബിലിറ്റീസ്. ചില സ്പെസിഫിക് ആയിട്ടുള്ള ലേണിംഗ് ഡിസബിലിറ്റീസ് ഉണ്ട്. ഒന്നാമതെന്ന് പറയുന്നത് റീഡിംഗ് ഡിസോർഡർ അല്ലെങ്കിൽ ഡിസ്ലെക്സിയ. അതായത് നമുക്ക് എന്ത് ചെയ്യുക, വായിക്കാനുള്ള ബുദ്ധിമുട്ട്, ഇന്നബിലിറ്റി ടു റീഡ്, അതാണ് റീഡിംഗ് ഡിസോർഡർ. ദെൻ വരുന്നത് റൈറ്റിംഗ് ഡിസോർഡർ, ഡിസ്ഗ്രാഫിയ, എഴുതാനുള്ള ബുദ്ധിമുട്ട്. ദെൻ വരുന്നത് അരിത്തമെറ്റിക് ഡിസോർഡർ അല്ലെങ്കിൽ ഡിസ്കാൽക്കുലിയ, എന്ന് വെച്ച് കഴിഞ്ഞാൽ കണക്ക് കൂട്ടാനൊക്കെയുള്ള ബുദ്ധിമുട്ട്, അതുപോലെ മാത്തമാറ്റിക്സ് പഠിക്കാനുള്ള ബുദ്ധിമുട്ട്. ഇതിനാണ് ഡിസ്കാൽക്കുലിയ എന്ന് പറയുന്നത്. ഫോർത്ത് വൺ വരുന്നത് സ്പെല്ലിംഗ് ഡിസോർഡർ, ഡിസോർത്തോഗ്രാഫിയ, എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന സ്പെല്ലിംഗ് ആയിരിക്കില്ല എഴുതുന്നത്, അല്ലെങ്കിൽ എഴുതുന്ന സ്പെല്ലിംഗ് ആയിരിക്കില്ല പറയുന്നത്. നമുക്ക് പെട്ടെന്ന് സ്പെല്ലിംഗ് ക്യാച്ച് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട്. ഓക്കെ. ദെൻ വരുന്നത് ലാസ്റ്റ് പാർട്ടാണ് സോഷ്യൽ ഇമോഷണൽ ആൻഡ് ബിഹേവിയറൽ ഡിഫിക്കൽട്ടീസ്. എന്ന് വെച്ചാൽ ചില കുട്ടികളുണ്ടാവും അല്ലേ, ഭയങ്കര അഗ്രസീവായിട്ട് ഫീൽ ചെയ്യുന്ന ആളുകളുണ്ടാവും, ബിഹേവ് ചെയ്യുന്ന ആളുകളുണ്ടാവും. അപ്പം SCBD എന്നാണ് അത്തരം കുഞ്ഞുങ്ങളെ പറയുന്നത്. അത്തരം കുഞ്ഞുങ്ങൾ നമ്മുടെ ക്ലാസ് റൂമുകളിൽ കാണാം. അതിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫിക്കൽട്ടീസ് ഇൻ സസ്റ്റെയിനിങ് അറ്റൻഷൻ, പെട്ടെന്ന് ഇങ്ങനെ അറ്റൻഷൻ പോകുന്ന കുഞ്ഞുങ്ങളുണ്ടാവും അല്ലേ. അതേപോലെ സീരിയസ് ആൻഡ് പെർസിസ്റ്റൻ്റ് ഇമ്പൾസീവ്നെസ്, എന്ന് വെച്ചാൽ ഭയങ്കര ഗൗരവത്തിലിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടായിരിക്കും. അതുപോലെ ഡിഫിക്കൽട്ടീസ് റെഗുലേറ്റിംഗ് ഫിസിക്കൽ മൂവ്മെൻറ്റ്, അതുപോലെ തന്നെ ശാരീരികമായിട്ട് അനങ്ങാൻ കഴിയാത്ത കുഞ്ഞുങ്ങളുണ്ടാവും. വെർബൽ ആൻഡ് ഫിസിക്കൽ അഗ്രഷൻ ടുവാർഡ്സ് അതർ പീപ്പിൾ, മറ്റുള്ളവരോട് വാക്കുകൾ കൊണ്ടും ആക്ഷൻ കൊണ്ടും ഒക്കെ അഗ്രസീവായിട്ടും ദേഷ്യപ്പെട്ടൊക്കെ ബിഹേവ് ചെയ്യുന്ന കുഞ്ഞുങ്ങളുണ്ടാവും. ദെൻ ഒപ്പോസിഷൻ ആൻഡ് അൺകോർപ്പറേറ്റീവ്നെസ്, അതായത് നിസ്സഹരണമായിട്ട്, അതായത് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കാത്ത, ഒപ്പോസിറ്റായിട്ട് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടാവും. അതുപോലെ എക്സ്ട്രീം ഫിയർഫുൾനെസ്, ഭയങ്കര പേടി, എല്ലാത്തിനോടും ഭയങ്കര ആങ്സൈറ്റി ഉള്ള കുഞ്ഞുങ്ങളുണ്ടാവും. അവോയ്ഡൻറ്റ് ബിഹേവിയർ, അതേപോലെ തന്നെ നമ്മളോട് എന്താ പറയുക, എപ്പോഴും ഒരു നെഗ്ലക്റ്റ് ചെയ്തുകൊണ്ടുള്ളൊരു ബിഹേവിയർ കാണിക്കുന്ന കുട്ടികളുണ്ടാവും. ദെൻ ഫീലിങ്സ് ഓഫ് ലോ സെൽഫ് വർത്ത് ആൻഡ് ഹോപ്പ്ലെസ്നെസ്, ഒരു പ്രതീക്ഷയില്ലാതെ ലൈഫ് എന്തിനാണെന്നൊക്കെ ആലോചിക്കുന്ന തരത്തിലുള്ള കുഞ്ഞുങ്ങൾ. ദെൻ ഡിഫിയൻസ് ഓഫ് സ്റ്റാഫ്, അതുപോലെ തന്നെ ഡിഫിയൻസ് ഓഫ് സ്റ്റാഫ്, അതായത് സ്റ്റാഫായിട്ടുള്ള ആളുകളോട് എന്താ പറയുക, ഒരു എതിർത്ത് പെരുമാറുന്ന രീതിയിൽ, എന്ന് വെച്ചാൽ ഒട്ടും ഒബീഡിയൻ്റ് അല്ലാത്ത ആളുകൾ, അവരെ ഇഷ്ടമില്ലാത്ത ആളുകളൊക്കെ ഉണ്ടാവും. പെർസിസ്റ്റൻറ്റ് റൂൾ ബ്രേക്കിംഗ്, എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും നമ്മൾ പറയുമ്പോൾ അത് നേരെ തെറ്റിക്കുക, അതിൽ ആനന്ദം കണ്ടെത്തുന്ന കുഞ്ഞുങ്ങൾ. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് കുഞ്ഞുങ്ങൾ നമ്മുടെ ക്ലാസ് റൂമുകളിൽ ഉണ്ടായിരിക്കും അല്ലേ. അപ്പം ഇതാണ് അവസാനത്തെ സോഷ്യൽ ഇമോഷണൽ ബിഹേവിയറൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന കുഞ്ഞുങ്ങൾ കേട്ടോ. ദെൻ ഇത്തരം കുഞ്ഞുങ്ങളൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഉണ്ടാവുന്നത്, അതായത് മൾട്ടിപ്പിൾ ഡിസബിലിറ്റി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് സോഷ്യൽ ഐസൊലേഷൻ, ഒറ്റപ്പെട്ട് ജീവിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടാവും, എന്ന് വെച്ചാൽ ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന. ദെൻ റെഫ്യൂസൽ ടു എൻഗേജ് ഇൻ ലേണിംഗ് ടാസ്ക്, അതുപോലെ തന്നെ എന്തെങ്കിലും പഠിക്കുന്ന കാര്യം പറയുമ്പോൾ അത് കേൾക്കാത്ത കുട്ടികളുണ്ടാവും. ദെൻ ബുള്ളിങ് അതേഴ്സ്, മറ്റുള്ളവരെ എപ്പോഴും ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടാവും. ദെൻ ഫെയിലിയർ ടു കംപ്ലീറ്റ് ലേണിംഗ് ടാസ്ക്, അതുപോലെ തന്നെ ബുള്ളിങ് വാങ്ങുന്ന കുഞ്ഞുങ്ങളുണ്ടാവും കേട്ടോ, എപ്പോഴും മറ്റുള്ളവരുടെ ഇതിന് ഇരയാവുന്ന കുഞ്ഞുങ്ങളുണ്ടാവും. അതുപോലെ എന്തെങ്കിലും നമ്മളൊരു ടാസ്ക് കൊടുത്തു കഴിഞ്ഞാൽ ചെയ്യാത്ത കുഞ്ഞുങ്ങളുണ്ടാവും. ദെൻ ഡിസഫെക്ഷൻ, നമ്മളോട് ഒട്ടും അടുക്കാത്ത കുഞ്ഞുങ്ങളും ഉണ്ടാവും. ഇനി വരുന്നത് മൾട്ടിപ്പിൾ ഡിസബിലിറ്റീസ്. മൾട്ടിപ്പിൾ ഡിസബിലിറ്റീസ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ പറയേണ്ടത് ഇറ്റ് ഇസ് മീൻസ് ലേണിംഗ് ആൻഡ് ഡെവലപ്മെൻറ്റ് പ്രോബ്ലംസ്. നമുക്ക് പഠിക്കാനും അതുപോലെ തന്നെ നമ്മളുടെ ഒരു ബുദ്ധിവികാസത്തിനും ഒക്കെയുള്ള പ്രോബ്ലംസ് അനുഭവപ്പെടുന്ന ആളുകളുണ്ട്. ഇറ്റ് റെഫേഴ്സ് ടു എ കോമ്പിനേഷൻ ഓഫ് 2 or more ഡിസബിലിറ്റീസ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ഡിസബിലിറ്റീസ് ഉള്ള കുഞ്ഞുങ്ങളിലാണ് ഇത് കാണുന്നത്. ഇറ്റ് അഫക്ട്സ് ദി ഓൾ റൗണ്ട് ഡെവലപ്മെൻറ്റ് ഓഫ് ദ ചൈൽഡ്, അത് ആ കുഞ്ഞിൻ്റെ ഓൾ റൗണ്ട് ഡെവലപ്മെൻറ്റിനെ നന്നായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ബാധിക്കുന്നുണ്ട്. കമ്മ്യൂണിക്കേഷൻ ഈസ് ദ വേൾഡ് അറൗണ്ട് ഈസ് മോസ്റ്റ് സിവിയർലി അഫക്റ്റഡ്, അത് അവരൊരു നല്ല ഗുഡ് കമ്മ്യൂണിക്കേഷനെ ബാധിക്കും. ദെൻ എബിലിറ്റി ടു മൂവ് അറൗണ്ട് ഇൻ ദ എൻവയോൺമെൻറ്റ് ഈസ് റിസ്ട്രിക്റ്റഡ്, അതുപോലെ തന്നെ ലോകം മുഴുവൻ ചുറ്റാനുള്ള അല്ലെങ്കിൽ എൻവയോൺമെൻറ്റിനെ മനസ്സിലാക്കാനുള്ള ഒരു ചാൻസസിനെയും എന്ത് ചെയ്യുന്നുണ്ട്,
അത് തടഞ്ഞു വെക്കുന്നുണ്ട്. സോ ദിസ് ഇസ് മൾട്ടിപ്പിൾ ഡിസബിലിറ്റീസ്. ദെൻ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ചാപ്റ്റർ. അപ്പോൾ ഒരു സെക്കൻഡ് ചാപ്റ്റർ നമ്മൾ എൻഡ് ചെയ്തിട്ടുണ്ട്. സോ പ്ലീസ് ഡു സബ്സ്ക്രൈബ്, കമൻറ്റ് ആൻഡ് ഷെയർ. ഇനി നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഉപകാരപ്രദമായെങ്കിൽ പ്ലീസ് അതും കൂടി കമൻറ്റ് ചെയ്യണം. സോ താങ്ക് യു സോ മച്ച്.